Hello, viewers. So, welcome to our new episode of Autoholics. സോ ഇന്ന് നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ നമ്മുടെ ഓട്ടോഹോളിക്സ് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് മെയിൻലി വണ്ടികളുടെ റിവ്യൂസ് ആയിരിക്കും. പുതിയത് ലോഞ്ച് ചെയ്തിട്ടുള്ള കാറുകളുടെയും ബൈക്കുകളുടെയും ഒക്കെ റിവ്യൂസ് ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചാനലിൽ ഏത് വണ്ടി പോസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വന്നത് സാധാരണക്കാരുടെ എല്ലാവരുടെയും ബ്രാൻഡായിട്ടുള്ള സുസൂക്കിയാണ്. സോ നിങ്ങൾക്കറിയാലോ ഏത് വണ്ടിയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സുസൂക്കിയുടെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് വണ്ടിയായ ഈ വിറ്റാര. സോ ഇത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സുസൂക്കിനെ കുറിച്ച് പറയാനുണ്ട്. സുസൂക്കി എന്ന ബ്രാൻഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും സാധാരണക്കാരുടെ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അംബാസിഡർ, പ്രീമിയം, പത്മിനിയൊക്കെ ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് സാധാരണക്കാർക്ക് വേണ്ടി ഒരു മാരുതി 800 എന്ന് പറഞ്ഞൊരു കുഞ്ഞൻ കാറ് നമ്മുടെ ഇന്ത്യൻ വിപണിയെ പരിചയപ്പെടുത്തിയ സുസൂക്കി ബ്രാൻഡും, അതുപോലെ തന്നെ ലക്ഷറി വാഹനങ്ങളിൽ കണ്ടുവന്നിരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് സെലോറിയോ പോലത്തെ ഒരു കുഞ്ഞൻ വാഹനത്തിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടി സാധാരണക്കാരിലേക്ക് എത്തിച്ച ബ്രാൻഡാണ് സുസൂക്കി. സോ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ട്രാവൽ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ റെവല്യൂഷൻ തന്നെയാണ്. സോ സുസൂക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റാരയിൽ വന്നു നിൽക്കുന്നു.
വിശേഷം കൂടി കാണാം. സോ ഒരു സുസുക്കി വാഹനത്തിന്റെ ഉള്ളിലാണ് കയറിയത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും പ്രീമിയം ലെവലിലേക്കാണ് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സുസുക്കിയുടെ ഒരു എസ്തെറ്റിക് സെൻസ് നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഡാഷ്ബോർഡ് ആണെങ്കിലും സെൻട്രൽ കൺസോൾ ആണെന്നുണ്ടെങ്കിലും സീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ കുഷ്യനിങ് ആണെന്നുണ്ടെങ്കിലും എന്തിനെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു കളർ തീം ആണെന്നുണ്ടെങ്കിലും ഒരു പ്രീമിയം വാഹനത്തിന്റെ ഉള്ളിൽ കയറി എന്ന ഫീല് എന്തായാലും നമുക്ക് മനസ്സിലായി. ഈ ലോകം മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ സുസുക്കി വാഹനം തന്നെയാണോ എന്നുള്ള ഡൗട്ട് നമുക്ക് ഉണ്ടായിരിക്കും. അത്രയും പ്രീമിയം ഫിനിഷും ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിലും ബട്ടൺസിന്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാതും ടോപ്പ് നോച്ച് ആണ് എനിക്ക് ഈ വാഹനത്തിനുള്ളിൽ ഫീൽ ചെയ്യുന്നത്. സോ നമ്മുടെ സീറ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതൊരു ലെതർ ആൻഡ് ഫാബ്രിക് മിക്സഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സീറ്റ്സ് ആണ്. അതിന്റെ കൂടെ തന്നെ പാസഞ്ചർ സീറ്റ്സും ഡ്രൈവർ സീറ്റ്സും വെന്റിലേറ്റഡ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കുഷ്യനിങ് ആണ് ഈ സീറ്റിന്. പിന്നെ ഡ്രൈവർ സീറ്റ്സ് 10 വേ അഡ്ജസ്റ്റബിൾ ആണ്. സോ ഇന്റീരിയറിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു റയർ വ്യൂ മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് 2 ലാംപ്സ് ഉണ്ട്, ഫീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു SOS ബട്ടൺ ആണ്. മുകളിലൊരു മൂൺ റൂഫാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഓപ്പണബിൾ അല്ല, എന്നാലും നമുക്ക് ഈ ഒരു ഷെയ്ഡ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂൺ റൂഫ് പോലെ, ഫുള്ളില്ല, പാനോരമിക് അല്ല, എന്നാലും ഈ ഒരു ഡ്രൈവറിന്റെ കോക്പിറ്റ് തീരുന്നത് വരെയുള്ള സ്ഥലം വരെയാണ് ഈ ഒരു സൺറൂഫ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഹാൻഡിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ സൈഡ് ബീമർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ്, പിന്നെ വിൻഡോസിന്റെ ഗ്ലാസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ കാണാം. ഇതൊക്കെ നല്ലൊരു പ്രീമിയം ഫിനിഷുള്ള ബട്ടൺസ് ഒക്കെയാണ് കേട്ടോ. നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടൊരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു പോർഷൻ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്കും പിന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗണിഷ് കളർ, ഈ ഒരു 2 കളർ തീം കൂടി ചേരുമ്പോൾ നല്ലൊരു പ്രീമിയം ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇന്റീരിയറിലേക്ക് വരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റീരിയറിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. സെൻട്രൽ സുസുക്കിയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ, ലൈൻ കീപ്പ് അസിസ്റ്റ്, അഡാസിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പോർഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റംസ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുന്ന സമയത്ത് നല്ല ഒരു ബ്രൈറ്റ്നെസ്സോട് കൂടി എല്ലാ ലെറ്റേഴ്സും വിസിബിൾ ആവുന്ന ഒരു രീതിക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ സുസുക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 10.2 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു 10.1 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ടച്ച് റെസ്പോൺസീവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക്, പിന്നെ AC അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ഈ സ്ക്രീൻ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിന് താഴെ ഒരു ഹസാർഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിന്റെ ഓവറോൾ ലുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷന്റെ ഒരു ശരിക്കുള്ള ഒരു പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. താഴത്തെ ഫിസിക്കൽ ബട്ടൺസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹസാർഡ് ലാമ്പ് ആണ്. ഇതാണ് നമ്മുടെ AC വെന്റ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ടോഗിൾ സ്വിച്ചസ്, ഫാൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, AC ഓൺ ചെയ്യാനും വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസും ബട്ടൺസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ഈ ഒരു ഭാഗത്ത് ഡാഷ്ബോർഡിന്റെ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വയർലെസ് ചാർജിങ് പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഗിയർ സെലക്ടേഴ്സ്. ഇതൊരു റൊട്ടേറ്ററി നോബ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് റീജനറേഷൻ ബട്ടൺ കാണാം, സ്ലോ മോഡ് കാണാം, പിന്നെ ഡ്രൈവിംഗ് മോഡ്സ് കാണാം. ഞാൻ ഓടിക്കുമ്പോൾ കാണിച്ചു തരാം എത്ര ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക്കലി പാർക്ക് ബ്രേക്ക് ഉണ്ട്, പിന്നെ ഓട്ടോ ഹോൾഡ് ബട്ടൺ ഉണ്ട്. അതിന് താഴെ നമുക്കൊരു ആംറസ്റ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ പറ്റും. സോ പിന്നെ അതുപോലെ തന്നെ ഇതിന് താഴത്തായിട്ട് നമുക്കൊരു ചാർജിങ് പോർട്ട് ഉണ്ട്. USB കണക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഫോണോ അല്ലെങ്കിൽ വാലറ്റോ എന്തെങ്കിലും വെക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഡാഷ്ബോർഡിനെ സുസുക്കി മെൻഷൻ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്നുള്ള രീതിക്കുള്ള ഒരു ഐലൻഡ് കൺസെപ്റ്റ് ഉള്ള രീതിക്കാണ് ഈ ഒരു ഡാഷ്ബോർഡ് സുസുക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ വിചാരയുടെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. സോ ഞാൻ കയറിയിട്ടുള്ള EVസിലൊക്കെ വെച്ചിട്ട് ബാക്ക് സീറ്റ് ഭയങ്കര ഡിസ്കംഫർട്ടാണ് ആവാറാണ് പതിവ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പാക്ക് താഴത്ത് പ്ലേസ് ചെയ്തത് കൊണ്ട് ഫ്ലോർ ഭയങ്കര റേസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ഒരു 6 feet 2 inches ഹൈറ്റ് ഉള്ള എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈ സപ്പോർട്ട് കുറച്ച് കുറവുണ്ട്. അത് ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ സീറ്റിന്റെ കുഷനിങ് അടിപൊളിയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ലെഗ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും
നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഏകദേശം എൻ്റെ ഒരു ഡ്രൈവബിൾ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഡ്രൈവർ സീറ്റ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് കൂടി നല്ലൊരു ഡിസ്റ്റൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് സീറ്റിൽ കംഫർട്ടബിൾ ആണ് മൊത്തത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് റിക്ലൈൻ ചെയ്യാം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് 3-way അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരു ലിവർ ഉണ്ട്. ആ ലിവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 3-way നമുക്ക് ബാക്കിലോട്ട് റിക്ലൈൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാം. പിന്നെ ഈ സീറ്റിന്റെ പ്രത്യേകത 40-20-40 എന്നുള്ള രീതിക്ക് സ്പ്ലിറ്റബിൾ ആണ് ഈ സീറ്റ്. പിന്നെ ഈ ഭാഗത്ത് ഒരു 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആംറെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഡിക്കി സ്പേസും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ചൈൽഡ് സീറ്റ് ഫിക്സ് ചെയ്യാനുള്ള പോർഷനും ഉണ്ട്. പിന്നെ 3 പേർക്കും സീറ്റ് ബെൽറ്റ്സും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലും കമ്പനി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് തന്നെ. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തല മുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്കൂപ്പിങ്ങും റൂഫിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പോലെ ഒരു ഹൈറ്റിൽ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അത് ഓക്കെയാണ്. പിന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടവരെ ഈ ഒരു തൈ സപ്പോർട്ടാണ്. പക്ഷേ മീഡിയം ഹൈറ്റിലുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് നമ്മുടെ സുസുക്കി ഈ വിറ്റാര. പിന്നെ ബാക്ക് സീറ്റിൽ ഈ ഒരു ആംറസ്റ്റിന് താഴത്തായിട്ട് ഇവിടെ ഒരു AC വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഈ ചാർജിങ് പോർട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് USB-C ടൈപ്പ് ചാർജിങ് പോർട്സും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ വിറ്റാരയുടെ ബോണറ്റ് തുറക്കാം. ഈ ബോണറ്റ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സംഭവം. സുസുക്കി ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടി തന്നെയാണ് ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മളിപ്പോൾ ചാർജിങ്ങിന്റെ പോർട്ട് ലിവർ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ മാനുവലി നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഫംഗ്ഷനിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു വണ്ടിയിൽ ഇല്ലാത്തൊരു ഫീച്ചർ ഞാൻ നോട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പർ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ഒരു ലിപ്സ്റ്റിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം വെള്ളത്തിന്റെ ലെവൽ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തന്നെ സുസുക്കി ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഓവറോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, നല്ലൊരു ബോഡി വെയിറ്റ്. ബോണറ്റൊക്കെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു കനം നമുക്ക് വണ്ടിയുടെ. അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ആ ഒരു പപ്പട വണ്ടി എന്നൊക്കെയുള്ള പറച്ചിലൊക്കെ ഉള്ള വണ്ടിയൊക്കെ ഇല്ലേ, അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സുസുക്കി നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മള് സുസുക്കി ഈ വിറ്റാരയുടെ ഡ്രൈവിലേക്ക് കടന്നേക്കാണ്. സോ ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുസുക്കി വെഹിക്കിൾ തന്നെയാണോ ഓടിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയും പ്രീമിയംനെസ്സും അത്രയും കംഫർട്ടും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഡാഷ്ബോർഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സെൻട്രൽ കൺസോൾ മെയിൻലി നമ്മൾ ഇതൊക്കെ കണ്ടു ഓടിക്കുമ്പോൾ നമ്മളൊരു സുസുക്കി അല്ല ഓടിക്കുന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നല്ല റെസ്പോൺസീവ് ആണ്. പിന്നെ സസ്പെൻഷൻ എടുത്ത് പറയണം, നല്ല സോഫ്റ്റ് ആണ് സസ്പെൻഷൻ. പിന്നെ നമുക്ക് സോഫ്റ്റ് കമ്പൗണ്ട് ടയേഴ്സ് ഒക്കെയാണ് ഇതിന് വരുന്നതെന്ന് തോന്നുന്നു. സോ അതിൻ്റെതായ ഒരു ഗുണങ്ങൾ എന്തായാലും ഈ വിക്ക് ഉണ്ടായിരിക്കും. പിന്നെ NVS ലെവൽസ് എടുത്ത് പറയണം, അത്രയും നന്നായിട്ട് NVS ലെവൽസും സുസുക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി EV ആണല്ലോ. സോ ബാറ്ററി പാക്സിനെ കുറിച്ചായിരിക്കും. സോ ഇതിൽ 2 ടൈപ്പ് ഓഫ് ബാറ്ററി പാക്സ് ആണ് വരുന്നത്. ഒന്ന് 49 കിലോവാട്ടും പിന്നെ ഒന്ന് 61 കിലോവാട്ടും. സോ ടോപ്പ് ആൻഡ് മോഡലിൽ നമുക്ക് 61 കിലോവാട്ട് അവരുടെ ബാറ്ററിയാണ് അവൈലബിൾ ആവുന്നത്. സോ അതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 അബവ് 540 കിലോമീറ്റർ ആണ് നമുക്ക് ടോപ്പ് എൻഡ് മോഡലിലും. പിന്നെ ലോവർ ബാറ്ററി ബാക്കിൽ 450 കിലോമീറ്റർ ആണ് നമുക്ക് റേഞ്ച് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നത്. സുസുക്കി ആയതുകൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തായാലും ആ റേഞ്ച് കിട്ടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിച്ച് പറയാം. കാരണം ഏകദേശം ഒരു 3 മണിക്കൂറായി ഈ ഷൂട്ട് ഞാൻ വണ്ടി ഓടിച്ചു നോക്കുന്നു. അപ്പൊ ആ സമയത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് 68% ആയിരുന്നു ഇതിന്റെ ബാറ്ററി പെർസെന്റേജ്. ഇപ്പൊ ഏകദേശം നോക്കുമ്പോൾ ഒരു 64%. ആ കൂടി 4% ഡ്രോപ്പാണ് ഞാൻ ഏകദേശം ഒരു 2-3 hours ആയിട്ടും എനിക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ എടുത്തു പറയാൻ പറ്റും ഈ പറഞ്ഞ റേഞ്ച് തന്നെ എന്തായാലും ഈ വിറ്റാര പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. സോ ഒബ്വിയസ്ലി ഏതൊരു സാധാരണക്കാരനും എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു EV ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ സുസുക്കി ഈ വിറ്റാര ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇറക്കിയിട്ടുള്ളതും. സോ ഈ വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു പവർ എന്തായാലും നമുക്ക് അനുഭവിച്ച് അറിയാൻ പറ്റും. കാരണം EV ആണ്, പവർ ഉണ്ടായിരിക്കും, ടോർക്ക് ഉണ്ടായിരിക്കും.
ഈവൻ എക്കോ മോഡിൽ ഇട്ടിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ പോലും അത്രയും നല്ലൊരു പവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പെപ്പിയും നല്ലൊരു സ്പോർട്ടിയും ആയിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി. കാരണം ഇതിന്റെ പവർ റേഷ്യോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോവർ വേരിയന്റ് ആയിട്ടുള്ള ബാറ്ററി പാക്ക് ഞാൻ പറഞ്ഞില്ലേ 49 kW, അതിൽ ഏകദേശം ഒരു 142 142 BHP പവറുള്ള മോട്ടറാണ് ഉള്ളത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിലും 172 BHP പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു വേരിയന്റ് കൂടി ഉണ്ട്, ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഇറങ്ങുന്നുണ്ട്. അതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 182 BHP പവറാണ് ആ ഒരു വണ്ടിയുടെ മോട്ടറിനുള്ളത്. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഓടിക്കാനാണെന്നുണ്ടെങ്കിലും ഇതിൽ ഉള്ള ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലും ഈവൻ പാസഞ്ചേഴ്സിന്റെ കംഫോർട്ട്, പിന്നെ ബാക്ക് സീറ്റിൽ ഉള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കംഫോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ടോപ്പ് ചോയ്സ് ആയിരിക്കും. അത്രയും പ്രീമിയം ആയിട്ടുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെയാണ് സുസുക്കി ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ കൺസോളിലെ ആക്സസിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യെത്താ ദൂരത്ത് തന്നെയാണ് എല്ലാ ബട്ടൺസും കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ടോഗിൾ സ്വിച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ട്. ഡ്രൈവിങ്ങിന്റെ ഇടയിൽ പോലും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും. പിന്നെ നമുക്ക് ആംറെസ്റ്റ് ഇരുന്നിട്ട് തന്നെ ഡ്രൈവ് സെലക്ടിങ് നോബ്സും പിന്നെ ഡ്രൈവ് മോഡ്സും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ലൈൻ കീപ്പ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും സ്റ്റിയറിംഗ് വീലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല റെസ്പോൺസീവും നല്ല സോഫ്റ്റും നല്ലൊരു ക്യൂട്ട്നെസ് എപ്പോഴും എനിക്ക് നല്ല രസമാണ്, നല്ലൊരു പെപ്പിനെസ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ടോയ് കാർ ഒരു ഫീലൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തോന്നും. അനായാസേന നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം. ഇത്ര വലിയ വണ്ടിയാണ്, ഇത്ര പവർ ഉണ്ട് എന്നൊന്നും പേടിക്കൊന്നും വേണ്ട. പക്ഷെ ഒരു ലീനിയർ രീതിക്കുള്ള ഒരു ആക്സിലറേഷൻ തന്നെയാണ് സുസുക്കി ഈ വെറ്റാരയ്ക്ക് കൊടുത്തിട്ടുള്ളത്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ നല്ലൊരു പ്രീമിയം ഫിനിഷോട് കൂടി നല്ല ഫീലോട് കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുസുക്കി ഈ വിറ്റാര ഓപ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. സോ നമുക്ക് ഈ വണ്ടിയിൽ വരുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ 193 Nm ടോർക്കാണ് നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നത്. സോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 0 to 100 in 9.2 seconds. സോ 10 സെക്കൻഡ് കൂടി ഉള്ളൂ സിഗ്നലിൽ കഴിയാൻ. സോ വി ക്യാൻ ലുക്ക്. 5 4 3 2 1 ലെറ്റ്സ് ഗോ. $60, $70, $80 and $100. So 110. ആൻഡ് ഞാനിത് ടോപ്പ് സ്പീഡ് അടിക്കുന്നില്ല, കാരണം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഹൈവേ ആണ്, നിയമം പാലിക്കണം. സോ ഒരു 1 to 100 ടെസ്റ്റ് ഞാൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 9.2 seconds എടുത്തോ എന്ന് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്രയും പവർഫുൾ ആണ് ഈ വണ്ടി, അത്രയും കേപ്പബിൾ ആണ്. വീണ്ടും ഞാൻ എക്സെഷൻ കൊടുക്കുകയാണ്. 120, 130, 135. സോ നല്ലൊരു അഡ്രിനാലിൻ റഷ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, പൊളി ഐറ്റം. നല്ലൊരു ത്രില്ലിംഗ് ആണ് ഈ വണ്ടിയൊക്കെ കൊണ്ട്. നമുക്ക് വീക്കെൻഡിലൊരു ഫൺ ഡ്രൈവിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ആ ഒരു അഡ്രിനാലിൻ കിക്ക് നമുക്ക് കിട്ടും. വാവ്, പൊളി. 140, 145. ഗൈസ്, ഞാനൊരു സുസുക്കി വെഹിക്കിൾ ആണ് ഇത്ര സ്റ്റേബിൾ ആയിട്ടും ഇത്ര ഹൈ സ്പീഡിലും ഞാൻ ഓടിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കണം. അത്രയ്ക്ക് അധികം മാറിക്കഴിഞ്ഞു നമ്മുടെ സുസുക്കി. സോ ധൈര്യമായിട്ട് എടുക്കാം. ഈ വളവുകളൊക്കെ ഞാൻ ഏകദേശം ഒരു 100 km സ്പീഡിലാണ് വളയ്ക്കുന്നത്. അപ്പൊ ഈ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ പേര് ഞാൻ പരിചയപ്പെടുത്തി തന്നില്ല നിങ്ങൾക്ക്. ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ പേര് ആർടെക് എന്നാണ്. അതായത് ARTECT എന്നൊരു പ്ലാറ്റ്ഫോമിലാണ്, കംപ്ലീറ്റ്ലി ഒരു EV ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ വെഹിക്കിൾ ഇറക്കിയിട്ടുള്ളത്. സോ എന്താ പറയാനുള്ളത്, ഹാറ്റ്സ് ഓഫ് ടു സുസുക്കി ഫോർ ബ്രിങ്കിങ് സച്ച് എ ബ്യൂട്ടിഫുൾ വെഹിക്കിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അത് സാധാരണ ഫാമിലീസിന് വേണ്ടിയിട്ട് സുസുക്കി ഇത്രയും ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വണ്ടർഫുൾ. ആൻഡ് വി ആർ ഗോയിങ് ടു ബി ആൻ EV. ഇന്ത്യ ഗോസ് EV നൗ, ഫ്രം നൗ. അത് ഉറപ്പാണ്. സുസുക്കി പറഞ്ഞ പോലെ തന്നെ ഫ്രം നൗ ഇന്ത്യ വിൽ ഗോ ടു EVs. പിന്നെ പറയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസുക്കി ആയതുകൊണ്ട് നമുക്ക് അറിയാലോ, മെയിൻ്റെനൻസിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഈസിയാണ്. ഔട്ട്ലെറ്റ്സ് ആണെന്നുണ്ടെങ്കിലും പാർട്സ് ആണെങ്കിലും അതിന്റെ അവൈലബിലിറ്റി നമുക്ക് ഇഷ്ടം പോലെയാണ്. സോ സുസുക്കിനെ കുറിച്ച് കൂടുതൽ നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇന്ത്യക്കാർക്ക് അറിയാം സുസുക്കി എന്ന ബ്രാൻഡിന്റെ ആ ഒരു റിലയബിലിറ്റി. അത്രയും വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഇതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് മാറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മെയിൻ്റെനൻസ് ആണെന്നുണ്ടെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്കുള്ള മെയിൻ്റെനൻസ് ഉണ്ടാവുള്ളൂ. സോ യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു എൻ EV, യു ഹാവ് ടു ചൂസ് ഈ വിറ്റാര എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും
ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ്. സ്പോർട്ടിനെസ്, ഫീച്ചേഴ്സ്, പ്രീമിയംനെസ്, കംഫർട്ടിന് കംഫർട്ട്, എന്താ വേണ്ടേ അത് അത് എല്ലാതും ഉണ്ട്. ലൈക്ക് സൺറൂഫ് ആണെന്നുണ്ടെങ്കിലും വേറെ എല്ലാ ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഇത് വർത്തിയാണ്. സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല സുസുക്കി എന്നുള്ളതൊക്കെ പഴയ ഒരു പഴഞ്ചൻ കഥയാണ്. പക്ഷെ ഇപ്പോ സുസുക്കി വേറെ ലെവലാണ്, അടിമുടി മാറി. അതിനെ നമുക്ക് ഈ ഒരു വണ്ടിയിലും കാണാൻ പറ്റുന്നത്. കാരണം വേറെ ഒന്നല്ല, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ സുസുക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെഗ്മെന്റിൽ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു 7 എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. 7 എയർ ബാഗ്സ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ABS, EBD ഒക്കെ ഡിഫോൾട്ട് ആയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എമർജൻസി സ്റ്റോപ്പിംഗ്, പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും 4 വീൽ ഡിസ്ക് ബ്രേക്സ് ആണ്, ADAS സിസ്റ്റംസ്, ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റംസ്, അതുപോലെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചർ ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. സോ എല്ലാ EVകളും എല്ലാ ബ്രാൻഡ്സിനോടും കൂടിയിട്ട് കട്ടയ്ക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു Vitara വെഹിക്കിൾ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടതാണ്, നമ്മളൊരു ഫൺ ഡ്രൈവിനൊക്കെ പോണ സമയത്ത് ഈ ഒരു സ്പോർട്ടിനെസ്, ഈ ഒരു പെപ്പിനെസിന്റെ കൂടെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്സ്, ഇതിൽ യൂസ് ചെയ്ത സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സ്പീക്കേഴ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 6 സ്പീക്കറും ഒരു സബ് വൂഫറും, അങ്ങനെയാണ് ഇതിലൊരു 7 സ്പീക്കറോളം യൂസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ക്വാളിറ്റി അറിയാലോ, ഓൾറെഡി വേറെ വണ്ടികളിലൊക്കെ നമ്മൾ ഇൻഫിനിറ്റി കണ്ടുവന്നിട്ടുണ്ട്. അതേ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിലും ഫീൽ ചെയ്യാൻ പറ്റും. നല്ല രീതിക്കുള്ള മ്യൂസിക്കും നമുക്ക് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഫൺ ടു ഡ്രൈവ് മെഷീനാണ് ഈ Vitara. സോ നമ്മൾ ഒരുപാട് നേരമായി ഈ Vitara ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്തു. സോ എനിക്ക് ഡ്രൈവിംഗ് എന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് നല്ലൊരു ഇതുണ്ട്, അറ്റൻഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ എടുത്ത് ഡ്രൈവിൻ്റെ ഇടയിൽ ചായ കുടിക്കാനായിട്ട് നിർത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഈ വണ്ടി നോക്കുന്നുണ്ടായിരുന്നു. സോ ലൈക്ക് ഇപ്പോൾ ഒരു EV എന്ന് പറയുന്ന സമയത്ത് ഒരു ഏലിയൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമിക് ടൈപ്പ് ഡിസൈൻസ് ഒക്കെയാണ് ചില മാനുഫാക്ചേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടും അങ്ങനെ അത് പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. പക്ഷെ ഒരു ഐസ് വെഹിക്കിളിനെ പോലെ തന്നെ ഉള്ള രൂപകൽപ്പനയിൽ ഡിസൈൻ ചെയ്തൊരു വെഹിക്കിളാണ് നമ്മളുടെ ഈ ഒരു Vitara എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ഒരു കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെഹിക്കിൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മോസ്റ്റ് അഫോർഡബിൾ കാർ ഇൻ ദിസ് സെഗ്മെന്റ് ഈസ് ഈ Vitara. ബിക്കോസ് ഇതിന്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസ് മോഡലിന് വെറും 10.99 lakh rupees ആണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത്രയും വലിപ്പവും ഇത്രയും നല്ലൊരു ഡയമെൻഷനും ഇത്രയും വീൽ ബേസ് ഇത്രയും കംഫർട്ടബിൾ ഉള്ള വണ്ടി വേറെ ഉണ്ടോ എന്നുള്ള ഡൗട്ടാണ്. അത് എനിക്ക് ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് പഞ്ച് അങ്ങനത്തെ വെഹിക്കിൾസ് ഒക്കെയാണ് ഉള്ളത്. ബട്ട് അതെടുക്കണേക്കാട്ടിലും ലൈക്ക് ഒരു ഡയമെൻഷൻ വൈസ് വലുത് വേണം, ഒരു SUV ഫീൽ വേണം, പിന്നെ കുറച്ച് റൈഡിങ് കംഫർട്ട് കൂടുതൽ വേണം, സ്പേഷ്യസ് ആയിരിക്കണം എന്നൊക്കെ പ്രിഫറബിൾ ആവുന്ന കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ Vitara എന്തായാലും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സുസുക്കി ഒബ്വിയസ്ലി കോമ്പീറ്റ് ചെയ്യാനുള്ള രീതിക്ക് ലെവലപ്പ് ആയി കഴിഞ്ഞു. കാരണം അത്രയും നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 കിലോഗ്രാമാണ്. 1.8 ടണ്ണോളം വെയിറ്റ് ഉണ്ട് ഈ ഒരു വെഹിക്കിളിന്. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഒരു ചാർജിങ് സ്റ്റേഷൻസ്. സോ എല്ലാവർക്കും ഒരു ഫിയർ ഉണ്ടായിരിക്കും, ചാർജ് തീരാറായി, സോ എവിടെ ഞാൻ പോയി ചാർജ് ചെയ്യും എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരിക്കും. അതിനൊക്കെ ആപ്സും കാര്യങ്ങളൊക്കെ പല കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലുണ്ടായിരിക്കും. പക്ഷെങ്കിലും ഇത് ഈ ഒരു വെഹിക്കിളിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് ആണ്. സുസുക്കിയുടെ എല്ലാ ഷോറൂംസിലും ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം എടുത്തു പറയണം. അതിനൊരു ക്ലാപ്പ് കൊടുത്തേ തന്നെ പറ്റുള്ളൂ സുസുക്കിക്ക്. ബിക്കോസ് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, വേറെ കമ്പനീസിന്റെ ഷോറൂംസിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിൽ സുസുക്കിയുടെ ഷോറൂം ഓൾറെഡി ഉണ്ട്. അപ്പൊ എല്ലാ ഷോറൂംസിലും ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുക്കിലും ഏത് കാട്ടുമുക്കിൽ പോലും സുസുക്കിയുടെ ഷോറൂമാണ്. അപ്പൊ അവിടെ പോയാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ചാർജ് ചെയ്യാം. പിന്നെ അതുകൂടാണ്ട് തന്നെ കമ്പനി ഇതിന് ഫ്രീ ചാർജിങ് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരുന്നു ലോഞ്ചിന്റെ സമയത്ത്, ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോഴും ആ ഒരു ഫീച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് 1 year ഫ്രീ ചാർജിങ്ങും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ ഒരു ബ്രാൻഡ്സും ചെയ്ത് കണ്ടതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. സോ നമുക്ക് ഈ വെഹിക്കിളിന്റെ ADAS ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ ലൈൻ കീപ്പ് അസിസ്റ്റ്, ക്രൂയിസ് കൺട്രോൾ, പിന്നെ ഡ്രൈവർ അലേർട്ട് സിസ്റ്റം, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് തുടങ്ങിയ
സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഈ വണ്ടിയിലുള്ളത്. സോ അതിൽ വൺ ഓഫ് ദി ഫീച്ചർ ആയിട്ടുള്ള ലൈൻ കീപ്പ് അസിസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. സോ ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾസ് വരുന്നത്. സോ ഇതിൽ നമുക്ക് ആദ്യം ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കണം. അതിനുശേഷം ഞാനൊരു പർട്ടിക്കുലർ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലൈൻ കീപ്പ് അസിസ്റ്റ് ഓൺ ആക്കി. സോ ഞാൻ സ്റ്റിയറിംഗ് വിടാണ്. സോ വി ക്യാൻ സി ഹൗ ദിസ് ഈ വിറ്റാര അഡാസ് പെർഫോംസ്. ഓക്കെ, സോ ആ ലൈൻ നന്നായി കീപ്പ് ചെയ്തിട്ട് തന്നെ അഡാസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു കോൺഫിഡൻസ് എന്തായാലും കിട്ടുന്നുണ്ട്, കാരണം കറക്റ്റ് ആ ലൈൻ കീപ്പ് ചെയ്തിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്. അവിടെ ഒരു കേവ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാൻ ഒരു കേവ് ഉണ്ട് ഹൈവേയിൽ. ആ ഒരു കേവും ഇത് നന്നായിട്ട് കേവ് എടുക്കും ഒരു വെഹിക്കിള്. ഇടയ്ക്ക് നമ്മളൊന്ന് സ്റ്റിയറിംഗ് പിടിച്ചു കൊടുക്കണം. ഡ്രൈവറിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. കാരണം നമ്മൾ എങ്ങനെ ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലേർട്ട് ആക്കാൻ വേണ്ടി വെഹിക്കിൾ തന്നെ നമ്മൾ റിമാൻഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണിത്. സുഖമുണ്ടല്ലേ, എത്ര സുഖമായിട്ടാണ് ഇതിന്റെ സ്റ്റിയറിംഗ് തിരിയുന്നത്, എത്ര ആക്യുറേറ്റ് ആണ് എന്നുള്ളത് അറിയാൻ പറ്റും ഇതിന്റെ ഒരു അഡാസ് ഫീച്ചർ. പിന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം, നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം ഓടിക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവുമെങ്കിലും പിന്നീട് അഡാസ് യൂസ് ചെയ്തിട്ട് അത് നമുക്ക് ആ ഒരു ഫിയർ മാറി കിട്ടും. പക്കയായിട്ട് അഡാസിന്റെ ആ ഒരു ഫങ്ഷൻ ഈ വിറ്റാരയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ലൈവായിട്ടുള്ള ഒരു പ്രൂഫാണിത്. സോ നമ്മൾ ഇന്നത്തെ ഈ വിറ്റാര ഡ്രൈവ് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഫാമിലിക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാറ്, അത് ഇലക്ട്രിക് കാറ് അത്രയും പ്രീമിയം ലെവലിലേക്ക് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ സുസുക്കി ഈ വിറ്റാര. സോ അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഓവറോൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് സംതിങ് ഡൗട്ട് യു ക്യാൻ ഡയറക്ട്ലി കോൾ RM. നമ്മൾ ലാസ്റ്റ് ആ പുള്ളിക്കാരൻ നമ്മൾ പരിചയപ്പെടുത്തും, രാഹുൽ എന്നാണ് പേര്. സോ പുള്ളിക്കാരനെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം. സോ നമ്മൾക്ക് ഈ വണ്ടി ഇന്ന് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് പോപ്പുലർ നെക്സയാണ്. നമ്മുടെ തൃശ്ശൂർ മരത്തക്കരയുള്ള പോപ്പുലർ നെക്സയാണ് തന്നിരിക്കുന്നത്. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു രാഹുൽ ബ്രോ. രാഹുൽ ബ്രോ ഇവിടുത്തെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് ഈ വണ്ടിയുടെ ബുക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ എൻക്വയറി ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ രാഹുൽ ബ്രോനെ കോൺടാക്ട് ചെയ്യാം. സോ ഞാൻ ഈ സ്ക്രീനിന്റെ താഴെ രാഹുൽ ബ്രോന്റെ നമ്പർ കൊടുക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഷോറൂമിന്റെ നമ്പർ രാഹുൽ ബ്രോന്റെ നമ്പർ കൊടുക്കാം. സോ താങ്ക് യു രാഹുൽ ബ്രോ. ഇതേപോലെ തന്നെ ഇനിയും വരും കാലങ്ങളിൽ നമ്മൾ പുതിയ പുതിയ വണ്ടികളുടെ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ വി ക്യാൻ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.